നമസ്കാരം. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പുലർക്കാലം. ഇന്ന് ബുധനാഴ്ച. ലക്കി കളർ ഈസ് ഗ്രീൻ. നമ്മളെപ്പോഴും പറയുന്ന പോലെ പച്ചപ്പാടത്തൂടെ നമ്മൾ പണ്ട് കർഷകന്മാരും അവരുടെ കുടുംബക്കാരും ഒക്കെ പോകുന്നത് ഒരു ഹാർവസ്റ്റ് സീസണിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഗ്രീനറി കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷം എന്ന് പറയും അവർ. സോ ടുഡേസ് ലക്കി കളർ ഈസ് ഗ്രീൻ. അങ്ങോട്ട് കൊടുത്താൽ വേറെയും ഗ്രീൻ കളർ. അതെ, ലക്കി കളറാണെന്ന് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയാണ്, ഇത് നന്നാവും, ഇതിങ്ങനെ വേണമെന്ന്. അതാദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. നമുക്കൊരു കൺവിക്ഷനുണ്ട്, ഞാൻ നല്ലതാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്വയം ഒരു കോൺഫിഡൻസ് എടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു എനർജി, ഒരു ബൂസ്റ്റ് ഉണ്ടാവും. അതിനൊരു ഭാഗ്യം ഒരു വലിയ ക്രൈറ്റീരിയ തന്നെയാണ്. അതിലൊരു എളിയ സംഭാവന എന്ന നിലയ്ക്കാണ് നമ്മൾ പറഞ്ഞത്, ഈ പച്ച നിറം നിങ്ങളുടെ ഭാഗ്യത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഭാഗ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. ജീവിതം മുഴുവൻ നിങ്ങൾ ആഗ്രഹിച്ച നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ അത് സാധിക്കട്ടെ. അതിനിതൊരു പ്രചോദനമാവട്ടെ. പുലർക്കാലത്തിൻ്റെ ഗ്രീനിഷ് എപ്പിസോഡിലേക്ക് ഒന്നുകൂടെ എല്ലാവർക്കും സ്വാഗതം. തോട്ട് ഓഫ് ദ ഡേ. തോട്ട് ഓഫ് ദ ഡേയിൽ തന്നെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ തോട്ട് എന്താണെന്നുള്ളത്. ശരിക്കും ഒരാൾ നമുക്ക് അയച്ചു തന്നൊരു ഗ്രീറ്റിംഗ് വേർഡാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതിനകത്ത് തന്നെ ഉണ്ട് നത്തിങ് ഈസ് ഇംപോസിബിൾ. IMPOSSIBLE. അതിനകത്ത് തന്നെ പുള്ളി എഴുതിയിരിക്കുന്നത് ഐ ആം പോസിബിൾ. നമുക്ക് പോസിബിൾ അല്ലാത്തതായിട്ടുള്ള ഒരു കാര്യവും ലോകത്ത് ദൈവം തന്നിട്ടില്ല. ഗോഡ് ഹാസ് ഗിവൺ യു എവറിത്തിങ് ടു മേക്ക് പോസിബിൾ. ആ ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം, അല്ലേ? ഒരു തിരിച്ചറിവാണ്. ആ പോസിബിലിറ്റീസിനെ തിരിച്ചറിയുക എന്നുള്ളത്. വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടച്ച് പറയലാണ് ഇമ്പോസിബിൾ എന്ന്. പക്ഷെ അതിനെ തന്നെ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഐ ആം പോസിബിൾ എന്നതിനെ മാറ്റി വായിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ആശയവും. നമ്മൾ ഏത് കാര്യത്തിൻ്റെ കൂടെയും നമ്മളൊരു കാര്യം ചെയ്യാനിറങ്ങുമ്പോൾ എനിക്ക് പറ്റില്ല എന്നുള്ള ധാരണയേക്കാൾ എന്നെ കൊണ്ടത് സാധിക്കും, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും എന്നുള്ള ആ ശ്രമമാണ് ഏറ്റവും വലുത്. പുലർക്കാലത്തിൻ്റെ തോട്ട് ഓഫ് ദ ഡേ ഇത് തന്നെ ആയിക്കൊള്ളട്ടെ ഇന്നത്തെ ദിവസം. എവറിത്തിങ് ഈസ് പോസിബിൾ. പുലർകാലത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു സംഗീതത്തിലാവുമ്പോൾ അതിനൊരു പ്രത്യേക ധന്യതയുണ്ട്. സംഗീതം എന്ന് പറയുന്ന ഒരു വലിയ കടലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഒരു വിഭാഗത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അധികം പേരും. എന്നാൽ സംഗീതത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും പ്രവർത്തിക്കുക, അതിൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രം. അതിലേറ്റവും പ്രമുഖനായ ഒരു വലിയ കലാകാരനെയാണ് ഇന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം പുലർകാലത്തിലൂടെ പരിചയപ്പെടുത്തുന്നു, ശ്രീ രാജാമണി. മലയാള സിനിമ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സ്ക്രീനിൽ ആദ്യം തെളിയുന്നത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന താരങ്ങൾ, അങ്ങനെ ഓരോ ടൈറ്റിൽസ് ഉണ്ട്. ഇതിനകത്ത് സംഗീതം രാജാമണി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമ കാണാറാകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നീട് സംഗീതത്തിൽ നിന്ന് മാറി പശ്ചാത്തല സംഗീതം. ഏറ്റവും കൂടുതൽ മനുഷ്യരിന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത് തന്നെ പറയാം, റീ റെക്കോർഡിസ്റ്റ് ആണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എത്ര സ്ക്രിപ്റ്റ് സ്ട്രോങ് ആണെങ്കിലും, എത്ര ഡയലോഗ് സ്ട്രോങ് ആണെങ്കിലും, എത്ര അഭിനയിച്ചാലും അതിനൊരു ഭയങ്കര ഒരു ബാക്ക് പുഷ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവം അറിയാം. അല്ല, താര പറഞ്ഞ ഒരു കാര്യത്തിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു പെൺകുട്ടി വളരെ കരഞ്ഞ് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മ്യൂസിക്കും സന്തോഷമുള്ള മ്യൂസിക്കും എല്ലാം തീരുമാനിക്കുന്നത് മ്യൂസിക് ഡയറക്ടറാണ്. With the discussion with the director. How do you play with the emotions musically? Musically, see, നമുക്ക് ഈ എക്സ്പീരിയൻസ് ആണ് മോർ. I have worked with Devarajan Master. 1976 I started my career as a musician. ഞാൻ അന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ എനിക്ക് കോളേജിലും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ അച്ഛനറിയാതെ I used to go to ഗാനമേള. ഫോർ ഗാനമേള പൈസ കിട്ടുമല്ലോ. അപ്പോൾ ഇത് അച്ഛനറിയാതെ, അച്ഛന് ഇഷ്ടമല്ല. അല്ലല്ല, I used to play all the instrument. ഞാനൊരു 12 വയസ്സ് മുതൽ അച്ഛനും വോക്കൽ കർണാട്ടിക് പഠിച്ചിരുന്നു, വോക്കൽ ആൻഡ് വയലിൻ. പിന്നെ ഐ ലേൺ മൃദംഗം, പിന്നെ ഹിന്ദുസ്ഥാനി വിത്ത് നാദമണി സാർ, അല്ലാറ ഖാൻ്റെ ശിഷ്യൻ, ഡയറക്റ്റ് ശിഷ്യനാണ് അദ്ദേഹം. അങ്ങനെ ആ ചെറുപ്പകാലം അങ്ങനെയായിരുന്നു. പിന്നെ RD ബർമൻ്റെ ഒരു ഫ്ലേവർ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഈ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും വെച്ച് നമുക്ക് നമ്മുടെ ഒരു ആ റേഞ്ച് എത്താൻ പറ്റില്ല. ഐ ഷുഡ് ലേൺ വെസ്റ്റേൺ മ്യൂസിക്. യെസ്, എക്സാക്ട്ലി. എന്നുവെച്ചാൽ ഈ വാസ് ദ ബ്രിഡ്ജ് ഫോർ ദ അന്നത്തെ യങ് ജനറേഷനിലേക്ക് ഒരു അതെ അദ്ദേഹമാണ് ഒരു ബ്രിഡ്ജ് അന്നത്തെ ജനറേഷനിലേക്ക്. മറ്റേ ഹരേ രാമ ഹരേ കൃഷ്ണ, ധമ്മോരധം, അങ്ങനെയുള്ളൊരു ഒരു വേവ് ആയിരുന്നു. ഇപ്പം ന്യൂ ജനറേഷൻ ഒക്കെ പറയുന്നില്ലേ, ഇതല്ല, അത് ഹെൽത്തി ന്യൂ ജനറേഷൻ. സോ ഐ തോട്ട് ഐ ഷുഡ് ലേൺ വെസ്റ്റേൺ. അങ്ങനെയാണ് വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചപ്പോൾ
ഈ എല്ലാ ഇൻസ്ട്രുമെൻറ്റും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എന്നെ ഈ ഓർക്കസ്ട്രക്കാർക്ക് തമിഴ് ഓർക്കസ്ട്രക്കാർക്ക് വേണം. അപ്പോൾ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രോഗ്രാം തന്നെ എനിക്ക് സോളോ വയലിൻ്റെ പോർഷനിൽ ഞാൻ വയലിൻ എടുത്ത് വായിക്കും. വലിയൊരു പൈതൃകമുണ്ട് അങ്ങേക്ക്. ചിദംബരനാഥ് എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകന്റെ മകൻ. അദ്ദേഹം എഞ്ചിനീയർ ആക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം അച്ഛന് താല്പര്യം എഞ്ചിനീയർ ആക്കിയതല്ല. പിന്നെ നമ്മുടെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഈ അന്നൊന്നും അച്ഛനൊന്നും വലിയ പൈസ കിട്ടിയിരുന്നില്ല. സിനിമ സംഗീതം ചെയ്തിട്ട് അച്ഛൻ ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളെയും വളർത്തി പഠിപ്പിച്ചു, കരകയറ്റുന്നല്ലാതെ അച്ഛനൊന്നും വലിയങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പൂർവികമായിട്ടുള്ള സ്വത്തുകൾ ഉണ്ടെന്നുള്ളത് അച്ഛനായിട്ട് ഏൺ ചെയ്തില്ല. അച്ഛൻ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛൻ്റെയൊക്കെ പഴയ എഗ്രിമെൻറ്റ്, ഈ തോമസ് പിക്ചേഴ്സ് എന്നിട്ട് കുറേ പടങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. പഴയ എഗ്രിമെൻറ്റ് നോക്കിയപ്പം ഒരു പടത്തിന് എഗ്രിമെൻറ്റിൽ 5000 രൂപ ഒരു പടത്തിന് മ്യൂസിക് ചെയ്യുന്നതിന് 5000 റുപ്പീസ്. എത്ര പാട്ടുകൾ? 5-6 പാട്ടുണ്ടാവും. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യണം. ഇതിന് ഇദ്ദേഹത്തിന് കിട്ടുന്ന 5000 രൂപയാണ്. അപ്പോൾ ഒരു വർഷം എങ്ങാണ്ട് ഒരു 4-5 പടം ചെയ്യാം ആ സമയങ്ങളിൽ. ഇത് ഏണിങ്ങുള്ളൂ. അപ്പം ഞങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ സംഗീതം പഠിച്ചോളൂ, പക്ഷേ ഈ ലൈനിൽ പോകുന്നതാണ് അമ്മയുടെ തറവാട്ട് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. ചില ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് അന്ന് ഈ പേർഷ്യയെ കൊണ്ടുപോകാം. അമ്മയുടെ സൈഡിൽ നിന്നൊക്കെ എൻ്റെ അങ്കിൾസും എൻ്റെ അളിയന്മാരൊക്കെ അവിടെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ഉദ്യോഗം നോയിട്ട് ഗൾഫിൽ പേർഷ്യയിലേക്ക് പോകണം. ഇത് ഗൾഫല്ലെന്ന്, പേർഷ്യയിലേക്ക് കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് പഠിക്കുക, അല്ലാണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കില്ല. മൈ വാട്ട് യു കോൾ ടാർഗറ്റ് വാസ് ടു ബിക്കം എ മ്യൂസിക് കണ്ടക്ടർ, നോട്ട് എ മ്യൂസിക് ഡയറക്ടർ. എനിക്കൊരു ഭയങ്കര ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ റെക്കോർഡിങ് ഈ ശനി ഞായർ സ്കൂൾ ലീവുകളിൽ അച്ഛൻ്റെ കൂടെ പോകും. അവിടെ പോയിട്ട് അച്ഛൻ്റെ കൂടെ റെക്കോർഡിങ് കാണാൻ വേണ്ടി പോകും. അപ്പോൾ കുറേ മ്യൂസിഷ്യൻസിനെ കാണാം, നല്ല ഫുഡ് കിട്ടും. ഇതൊക്കെയാണ് എൻ്റെ കാറ് കയറി നല്ല സംഗീതം കേൾക്കാം. അന്ന് ഈ പറഞ്ഞോണം ഈ അനലോഗ് റെക്കോർഡിങ്ങാണ്, നോട്ട് ഡിജിറ്റൽ. എല്ലാവരും ഒരുമിച്ച് പാടി. ഓ അമേസിങ് അമേസിങ്. നോ പഞ്ചിങ്, നത്തിങ്. ദ സിംഗർ ഷുഡ് സിംഗ്. അലർട്ടായിട്ട് ആ 5 മിനിറ്റ് സർക്കസിൽ ഈ കമ്പിയിൽ നടക്കണില്ലേ, അതുപോലെയാണ് എത്രയും പേരുടെ. തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം പുതിയ എടുക്കണം. അതുകൊണ്ട് ഈ തെറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ചെല്ലേ. അന്ന് AC ഇല്ല, ഫോണിൽ AC ഉണ്ടാവും, കൺസോളിൽ മാത്രം AC ഉണ്ടാവും. ഈ തബല ട്യൂണിംഗ് ഒക്കെ ഒരു പാട്ട് കട്ടായി കഴിഞ്ഞ പിന്നെ ഈ തബലക്കാർക്ക് പണിയാണ്, വീണ്ടും ട്യൂൺ ചെയ്യണം. ഈ ചൂടത്തിൽ ഇതാവും, കയറും, ട്യൂണിങ് കയറിപ്പോവും. മൈക്രോ ശ്രുതി കയറി ഇങ്ങനെ വരും. പിന്നെ നമുക്ക് ഇന്നൊക്കെയാണ് പിള്ളേരാണെങ്കിൽ തബല ട്യൂണിങ്ങിൽ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്. എന്തിന്? അപ്പൊ ഇതെന്തിനാ ഈ കാത്? നമ്മളൊക്കെ ഉണ്ടോ അതിന്? ഈ ടേപ്പ് എന്നൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് കേട്ടോ. ഞാൻ ലാഗിന്റെ പറയണേ, അല്ലല്ല, ടേപ്പ് എന്നൊരു പെർക്കഷൻ. ഈ തപ്പട്ട എന്നൊക്കെ പറയും. ഈ തമിഴ്നാട് ആന്ധ്രയിലൊക്കെ ആണ് ഒരു ലെതറിന്റെ ഒരു തട്ടുന്ന ഡഫ് എന്ന് പറയും. പക്ഷെ അത് ആക്ച്വലി അത് ടേപ്പ് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. ഒരുപാട് പാട്ട് ഈ തമിഴ് ഫോക്ക് ഇൻസ്ട്രുമെന്റ് ആണ് അത്. അപ്പൊ അത് ടേപ്പ്. അപ്പൊ അത് വായിക്കുന്നവര് കുറെ ന്യൂസ് പേപ്പർ കൊണ്ടുവരും. ന്യൂസ് പേപ്പർ ടേക്ക് എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തോട്ട് ന്യൂസ് പേപ്പർ കത്തിച്ചിട്ട് ചൂടാക്കുന്നത്. ചൂടാക്കിയിട്ടാണ് അതിന്റെ ടോൺ റേക്കുന്നത്. ശ്രുതി ചേർക്കുന്നത്. ആ തീയിൽ സ്റ്റുഡിയോയുടെ പുറത്തിട്ട് കത്തിച്ച് ഈ 2-3 പേര് പോയി ഞാനിങ്ങനെ കാണിക്കും. കാണിച്ചാൽ ട്യൂൺ അത് ടിങ് 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 ആ ട്യൂണിങ് വരുമ്പോൾ ഓടി വന്നിട്ട് അത് വായിക്കും. ഇന്നും ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറയുക ഗാനമേള കേൾക്കുന്നവർക്ക് കർട്ടൻ താന്നിരിക്കുമ്പോൾ ഇങ്ങനെ ട്യൂണിങ് അതെല്ലാവർക്കും ഇഷ്ടമാണത്. ഈ ഞാനടക്കം ഗാനമേള കേൾക്കുമ്പോൾ ഞാൻ അത് കേൾക്കാൻ വേണ്ടി അതിപ്പോ ഗാനമേള തുടങ്ങാൻ പോകുന്നുള്ളൊരു ഭയങ്കര എഫക്റ്റാണ്. ഒരു ചെറിയൊരു ചോദ്യം, താങ്കൾ പറഞ്ഞ പോലെ ഈ മ്യൂസിക് ഡയറക്ടറും ഈ മ്യൂസിക് കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Music conductor should know Western as well as instrumentation, orchestration, harmonization, Hindustani, Carnatic, every I mean what you call aspects. ആ മ്യൂസിക്കിന് എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റ് ഹാൻഡിക്യാപ്സ് എന്താണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അന്നത്തെ കാലത്ത് അച്ഛൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിൽ ഇവരൊക്കെ കർണാട്ടിക് ഭാഗവതന്മാരായിരുന്നു, മ്യൂസിഷ്യൻസ്, കർണാട്ടിക് മ്യൂസിഷ്യൻസ്. അവർക്ക് ഇതിന്റെ ഓർണമെന്റേഷനോ ഓർക്കസ്ട്രേഷനോ അറിയില്ല. ഇവർ ആ കവിതക്ക് ട്യൂൺ ചെയ്യും. 4 വരി പല്ലവി, പിന്നെ അനുപല്ലവി, ചരണം, ഇത് ട്യൂൺ ചെയ്യും. ഇതിനെ ഒരു കണ്ടക്ടർ എടുത്ത് കൊടുത്താലാണ് അയാൾ അതിനെ നോട്ടേറ്റ് ചെയ്ത് അതിന് ഇന്ന് കോൺസ് എഴുതി അതിന് ഓട്ടിക്കൊള്ള അതിന്റെ ആപ്ലിക്കേറ്റോ അതിന്റെ ഈ ഒരു സിസ്റ്റം വന്നത് ഒരു വെസ്റ്റേൺ കൾച്ചർ അല്ലേ ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞ സാധനം?
അല്ലേ? അത് ഏത് കാലത്തായിരിക്കും അത് ഇൻകോർപ്പറേറ്റ് അല്ല അതിപ്പം ബിത്തോവന്റെ കാലം മുതൽ കണ്ടിട്ടുണ്ട്. അല്ല നമ്മുടെ ഇന്ത്യൻ നമുക്ക് ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ സിനിമ മ്യൂസിക് വന്നില്ലേ, എന്ന് വന്നോ അന്ന് മുതൽ ഈ കണ്ടക്ടർ ഉണ്ട്. അന്ന് മുതലേ ഉണ്ട്. യെസ് യെസ് യെസ്. ടിപ്സ്. നമ്മുടെ മലയാളികളുടെ ഭക്ഷണക്രമത്തിൽ പ്രത്യേകിച്ച് സദ്യയൊക്കെ വിളമ്പുമ്പോൾ ഇഞ്ചിക്കറിക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. ഇഞ്ചിക്കറി വിളമ്പിയാൽ ഒരുപാട് കറികൾ വിളമ്പുന്നതിൻ്റെ അത്രയും ഒരു പ്രാധാന്യമുണ്ട് ആ ഇഞ്ചിക്കറിക്ക്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഇഞ്ചി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഔഷധം തന്നെയാണെന്ന് കൂടി പറയാം. നമ്മൾ ഭക്ഷണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇതാണെങ്കിൽ കൂടി അതിനൊരു ഔഷധത്തിൻ്റെ ഗുണമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രഷറൊക്കെ വരാതിരിക്കാൻ ഇഞ്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ വരില്ല. കൊളസ്ട്രോൾ അതായത് രക്തധമനികളിൽ ഈ കൊഴുപ്പുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ഇഞ്ചി എന്ന് പറയുന്നത്. ഊണ് കഴിച്ചതിന് ശേഷം ലാസ്റ്റ് അത് ഒഴിക്കുന്നതുകൊണ്ടാണ് അല്ലേ? അതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇഞ്ചിക്ക്. അതിൽ വൺ ഓഫ് ദി ക്വാളിറ്റീസ് ആണ് പറയുന്നത് അത് കൊളസ്ട്രോൾ പ്രോൺ ആണെങ്കിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്യും, ബ്ലഡിനെ ഡൈല്യൂട്ട് ചെയ്ത് പ്രഷറിനെ സുഗമമാക്കും എന്നുള്ളതാണ്. പ്രഷറിൽ നിന്ന് റിലീഫ് കിട്ടുന്നതാണ് പറയുന്നത്. ഡെയിലി ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ പ്രഷർ പേഷ്യൻസിനും വളരെ നല്ലതാണ്. അങ്ങ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഈ കണ്ടക്ടേഴ്സാണ്. അത് ആരാണെന്ന് പറയാം, ആർ കെ ശേഖർ എന്ന് പറയും, നമ്മുടെ ദിലീപിന്റെ എ ആർ റഹ്മാന്റെ അച്ഛൻ. അദ്ദേഹം അച്ഛൻ്റെ അന്നത്തെ എല്ലാ മ്യൂസിക്കിൻ്റെ ദേവരാജ് മാസ്റ്റർ, അർജുന മാസ്റ്റർ, അച്ഛൻ, രാഘവ മാസ്റ്റർ, ബാബുരാജ്, ഇവിടെ എല്ലാം കണ്ടക്ട് ചെയ്യണം ഈ ആർ കെ ശേഖർ. ഈ ആർ കെ ശേഖറിന്റെ ഡേറ്റ്സ് നോക്കിയിട്ട് ഇവർ റെക്കോർഡിംഗ് ഫിക്സ് ചെയ്യും. ആള് ഫ്രീ ആണോ ആർ കെ ശേഖറിന്റെ, ആള് നാളെ ദേവരാജ് മാസ്റ്റർ, മറ്റന്നാളത്, അപ്പം അടുത്ത ദിവസം എൻ്റെ റെക്കോർഡിംഗ് വെച്ചോളൂ. അല്ല സാർ, ഒരു ഇത് ചോദിച്ചോട്ടെ, ഇവർ ഈ പാട്ട് പഴയ ഭാഗവതന്മാരാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇവർ പാട്ട് ട്യൂൺ ചെയ്തിട്ട് BJ-മാരാ ഇപ്പോൾ ചെയ്യുന്നത്? ഈ കണ്ടക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ ചെയ്ത മ്യൂസിക്കിന്റെ ഫുൾ സെൻസ് എടുത്തുകൊണ്ട് സെൻസ് എടുത്തിട്ട് അതിന് അയാൾ കൺസീവ് ചെയ്യണം ആദ്യം പാട്ട്. എന്നിട്ട് പിന്നെ ഡയറക്ടറായിട്ട് സിറ്റുവേഷൻ ഇരുന്ന് എന്താണ് ലൊക്കേഷൻ, ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ, ഇതിന്റെ അതിന്റെ ആ വിവരണങ്ങൾ പറയണോ ഈ കണ്ടക്ടർ. എത്ര ഇൻസ്ട്രുമെന്റ്സ് ആര് വേണമെന്നൊക്കെ തീരുമാനിക്കുന്നതും കണ്ടക്ടർ തന്നെയാണ്. ഇവരായിട്ട് ഡിസ്കസ് ചെയ്യും, മ്യൂസിക് ഡയറക്ടർ ഡിസ്കസ് ചെയ്യും. സാർ ഈ പാട്ടിന് കുറച്ച് വയലൻസ് വേണം, നമുക്ക് ഒരു ക്ഷേത്രത്തിലുള്ള സോങ് ആണ്, അപ്പോൾ ഒരു വീണ ഉണ്ടായിക്കൊള്ളാം, ഒരു മൃദംഗം വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താമസം എന്താ വരുവാൻ എന്നുള്ളതിന് സിത്താർ വേണം തീരുമാനിക്കുന്നത് മ്യൂസിക് കണ്ടക്ടറും മ്യൂസിക് ഡയറക്ടറുമാണ് കേട്ടോ. ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ വരും. അല്ലാണ്ട് ഒതന്റിക് ആയിട്ടുള്ള പേഴ്സൺ കണ്ടക്ടറാണ്. ഇതാണ് മസാല. ആ മെലഡി കേട്ട താമസം എന്ത് വരുവാന്നുള്ള മെലഡി കേട്ടാൽ ഇതിന് സിത്താറും നല്ലൊരു തബലയും ഒരു നല്ല ഫ്ലൂട്ടും വൈബ്രഫോണും മതി. ആ കുങ്കുമപ്പൂവുകൾ പൂത്തു, അതിനകത്തൊരു തബലയുടെ ഒരു തുടക്കമുണ്ട്. ആ ജീവിതത്തിൽ മറക്കാത്തൊരു സാധനമാണത് അല്ലേ ഞങ്ങള്? അതെ, ഇദ്ദേഹത്തിന്റെ. അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടോ അന്ന് ചെയ്തത്? ഞാൻ ആ സമയത്തൊന്നും ഞാൻ സ്റ്റുഡിയോ പോകാറില്ല. ഞാനൊക്കെ ഞാൻ കാലിക്കറ്റിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ പോയിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് ഐ വാസ് ഇൻ കാലിക്കറ്റ്. പിന്നെയാണ് മദ്രാസിലേക്ക് പിന്നെ തറവാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ഇവിടെ അപ്പോൾ ഈ എഞ്ചിനീയർ ഇദ്ദേഹം എങ്ങനെയാണ് മ്യൂസിക്കിലൂടെ ഫുൾ ടൈം ആകാൻ എങ്ങനെ സമ്മതിച്ചു? എൻ്റെ ടാർഗറ്റ് അതായിരുന്നു. എൻ്റെ 13ാമത്തെ വയസ്സിൽ ഈ ആർ കെ ശേഖരനെ കണ്ട പോലെ എനിക്ക് തോന്നി ഐ ഷുഡ് ബി ലൈക്ക് ദിസ്. ഇയാൾ ഇത്രയും പേരെ ഇത്രയുള്ളൊരു മനുഷ്യൻ കണ്ടക്ട് ചെയ്യുക, മ്യൂസിക് ഡയറക്ടർ മറ്റേ ടോക്ക് ബാക്കിൽ വൺ മോർ ടേക്ക് അല്ലെങ്കിൽ അവിടെ തെറ്റി എന്ന് പറയുന്നില്ലാതെ ഈ ഇയാളാണ് ഇതിനെ എല്ലാത്രയും മേയിച്ചെടുക്കുന്നത്. ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കണം. ആ പാട്ടിൽ അത്രയും പേരുടെ മുന്നിൽ നൊട്ടേഷൻ ഉണ്ടാവും, അത്രയും പേരുടെ മുന്നിൽ കൈ പോകണം, കണ്ണ് പോകണം. അതൊരു അമേസിങ് ജോബ്. അത് അമേസിങ് ജോബ് ഇൻ ദ സെൻസ് അതൊരു പഠിപ്പിച്ച് എടുക്കാൻ പറ്റുന്നത്, അത് ഇന്നേറ്റ് ആയിട്ട് കിട്ടേണ്ട ഒന്നാണെന്ന് എനിക്ക്. അല്ല, അത് നമ്മൾ ബൈ എക്സ്പീരിയൻസ്. ഞാനിപ്പം ബേസിക്കലി എൻ്റെ ഒരു സിനിമാ സംഗീതത്തിലും കണ്ടക്ടറിൻ്റെ ഒരു ഗുരുനാഥ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ജോൺസൺ ആണ്. ആൻഡ് ഐ വാസ് പ്ലേയിങ് ഗിറ്റാർ ആൻഡ് വൈബ്രോഫോൺ ആൻഡ് ഓൾ അതർ ഇൻസ്ട്രുമെൻറ്റ്. പണ്ട് ഈ കോൾ മീ നീ ഇങ്ങനെ വെറുതെ ഗിറ്റാർ വെച്ചിടുന്ന വെച്ചാൽ റെക്കോർഡിങ്ങിനൊക്കെ ഗിറ്റാറിനും പണി ഉണ്ടാവില്ല. ഞങ്ങൾ വെറുതെ അപ്പുറം പോയിരുന്ന് ചീട്ടൊക്കെ കളിച്ചിട്ടിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് പറഞ്ഞ പണി ഇതല്ല, നീ വാ എന്നിട്ട് പിന്നെ നൊട്ടേഷൻ എഴുതുക. അപ്പം ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നൊട്ടേഷൻ എഴുതണം, പഠിക്കണ്ടേ? പഠിക്കണം. അത് പഠിച്ചു. അത് നേരത്തെ നമ്മൾ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിംഗ് ആണ് കറക്റ്റ് സ്കൂളിംഗ്. ദാറ്റ് ഈസ് ഫ്രം ദേവരാജൻ മാസ്റ്റർ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നൊട്ടേഷനാണ്. ഒരു ലൈനിൽ ഇത്ര ബാർസേ പാട്ടുള്ളൂ. ഇങ്ങനെ നൊട്ടേഷൻ കണ്ടാൽ നമുക്ക് ഇത്രാമത്തെ ബാർ എന്ന് പറയാം. ഒരു ബാറിൽ ഒരു ലൈനിൽ 4 ബാർസ്, അടുത്ത് 8 ബാർ, 16 ബാർ ഒരു പല്ലവിയും. അപ്പോൾ 16th ബാർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണേണ്ട കാര്യമില്ല.
ആ 4ാമത്തെ ലൈനിൽ ലാസ്റ്റ് സെക്ഷൻ്റെ പറ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അത്രയും ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമുക്ക് നമ്മളെ നൊട്ടേഷൻ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബിഡി ക്യാൻ പ്ലേ മ്യൂസിക്. അപ്പം ഈ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിൻസിൻ്റെ എഴുതണം, ബിയോളാസ് എഴുതണം, ചെല്ലോ, ഡബിൾ ബേസ്, ഫ്ലൂട്ടുകാരൻ, എല്ലാ എത്ര ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ അത്രയും പേരുടെ നൊട്ടേഷൻ ഇയാളുടെ മുന്നിലുണ്ടാവണം സ്റ്റാൻഡിൽ. അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഈ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുമ്പോൾ മ്യൂസിക്കിന് നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതേ സ്റ്റൈൽ തന്നെയാണോ ഇൻസ്ട്രുമെന്റ്സിന് നൊട്ടേറ്റ് ചെയ്യുന്നത്? സെയിം നൊട്ടേഷൻ തന്നെയാണ്. അപ്പോൾ അത് ശരി. അപ്പോൾ രണ്ട് വിധം കേട്ടോ, സ്റ്റാഫ് നൊട്ടേഷൻ, വെസ്റ്റേൺ നൊട്ടേഷൻ എഴുതുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ മലയാളം നൊട്ടേഷൻ എഴുതുന്നുണ്ട്. അല്ല, ഇപ്പം ഞങ്ങൾ പഠിച്ചത്, ഞാൻ സ്റ്റാഫ് നൊട്ടേഷൻ പഠിച്ചതാണ് എങ്കിലും ഇപ്പോൾ റീഡിങ് മാത്രമേ പറ്റൂ. എനിക്ക് റൈറ്റിംഗ് വളരെ പോരാ. വൈ? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ മ്യൂസീഷ്യൻസ് ഇൻ ചെന്നൈ എല്ലാം ഈ കർണാട്ടിക് മ്യൂസീഷ്യൻസ് ആയിരുന്നു. നമ്മൾ വെസ്റ്റേൺ നൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെസ്റ്റേൺ നൊട്ടേഷൻ, ഇപ്പം ഡി മേജർ സ്കെയിലിൽ നൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പാട്ട് മ്യൂസിക് ഡയറക്ടർക്കോ അല്ല സിംഗർക്കോ തോന്നി അത് ഒരു ജാസ്തിയ ശ്രുതി മുകളിൽ ഗാന്ധാര പഞ്ചമം കൊണ്ട് നമുക്ക് ഡി എന്നുള്ള സി ആക്കിയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാഫ് നൊട്ടേഷൻ കംപ്ലീറ്റ് മാറ്റി എഴുതണം. അങ്ങനെ പറയാറുണ്ടല്ലേ സിംഗേഴ്സ് പറയാറുണ്ട്. ചില ടെക്നിക്കൽ അല്ലെ വോയിസിന്റെ ഒരു കൾച്ചർ അറിയാത്ത മ്യൂസിക് ഡയറക്ടർ ചെയ്യുമ്പോൾ അബദ്ധം പറ്റുന്നത് കുറച്ച് മുകളിലൊക്കെ ആയിരിക്കും. മേൽസ്ഥായും കഴിഞ്ഞിട്ട് അതിന്റെ പഞ്ചമം വരും. അപ്പോൾ അത് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും സിംഗർക്ക്. സോ ദേ വിൽ സജസ്റ്റ് ഇഫ് യു ക്യാൻ ഡു പ്ലീസ് ഡു നാച്ചുറലി. അപ്പോൾ ആ പാട്ട് നന്നാവണമെന്നല്ലേ നമുക്ക് തോന്നുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാഫ് നൊട്ടേഷൻ എഴുതിയാൽ നമ്മൾ വീണ്ടും അത് മറിച്ച് കംപ്ലീറ്റ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. നല്ല പണിയാണ് കംപ്ലീറ്റ് നൊട്ടേഷൻ. ഒരു പണിയില്ലേ. അപ്പം നമ്മുടെ മലയാളം അല്ല തമിഴ് നൊട്ടേഷൻ ആണെങ്കിൽ മുകളിൽ ഡി എന്നുള്ളത് മാറ്റിയിട്ട് സി എന്നാക്കിയാൽ മതി. സ്വരമല്ല ഒന്നല്ലേ. പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നമ്മളിപ്പം ഒരു സോങ് തുടങ്ങുമ്പോൾ 1 2 3 4 അതുണ്ട് 1 1 2 1 2 3 അങ്ങനെ പറയുന്ന ഈ ഒരു ചേഞ്ച് വരുന്നത് ശരിക്കും ആ പാട്ടിന്റെ താളമാണോ? 2-4 എന്നുള്ളതാണെങ്കിൽ 3-4 ഉണ്ട്, 7-8 ഉണ്ട്, 5-8 ഉണ്ട്, 9-8 ഉണ്ട്, 11-8 ഉണ്ട്, 13-8 ഉണ്ട്. അപ്പൊ അതിനൊരു ക്യൂ ആണത് ടു സ്റ്റാർട്ട് ടു ബിഗിൻ. ഏത് കാലപ്രമാണത്തിൽ വേണമെന്നുള്ളത് ഏതാണെന്നുള്ളത് അന്ന് ഈ പറഞ്ഞ മറ്റേ ക്ലിക്കോ മറ്റേ ഇതൊന്നുമില്ലല്ലോ. കണ്ടക്ടർ ടെമ്പോനാണ് വായിക്കുന്നത്. അപ്പൊ അയാൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വയലിൻ വരുമ്പോഴത്തേക്ക് കൈ കറക്റ്റ് ആയിട്ട് അവിടെ കാണിക്കും. സിത്താർ വരുമ്പോഴത്തേക്ക് അഡ്വാൻസ് ആയിട്ട് അവിടെ അഡ്വാൻസ് ആയിട്ട് 4 ബാർ മുന്നേ സൈൻ ചെയ്യണം. ഈ പാട്ട് കംപ്ലീറ്റ് കാണാൻ പഠിച്ചിരിക്കണം കണ്ടക്ടർ കാണാൻ ബൈ ഹാർട്ടും ആയിരിക്കണം, നൊട്ടേഷനും ഉണ്ടാവണം. പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പണ്ട് നമ്മൾ കേട്ട പാട്ടുകളൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നും ഹൃദയത്തോടെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു വലിയ കോൺട്രിബ്യൂഷൻ കണ്ടക്ടർക്കുണ്ട്. കാരണം അതാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പേസിൽ, ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡിൽ ഇത് നന്നായി അവതരിപ്പിച്ചത് കൊണ്ടാണ് ആ പാട്ടെല്ലാം ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അന്നും ഇന്നുമായിട്ടുള്ളൊരു വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് ടെക്നിക്കലി നമ്മൾ ഭയങ്കര പ്രോഗ്രസ് ആയി, പക്ഷെ അന്ന് നമ്മൾ മെന്റലി ആയിരുന്നു കംപ്ലീറ്റ് ആയിട്ട്. ആ ഒരു വ്യത്യാസത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? ഇത് ഹെൽത്തി ആണോ അതോ മറ്റതായിരുന്നോ നല്ലത്? അന്നത്തെ ഒരു സോൾഫുൾ ഉണ്ടായിരുന്നു. ടെക്നോളജി നമ്മൾ എപ്പോഴും നമുക്ക് 2 കൈ കൊണ്ട് സ്വീകരിക്കുന്ന ആളാണ് നമ്മൾ. ടെക്നോളജീൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് യൂസ് നമ്മുടെ സംഗീതത്തിൽ ഉപയോഗിച്ചാൽ അത് സംഗീതം. ഞാനിപ്പം ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഞാൻ മാക് പ്രോ അല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷെ വെനെവർ ഐ വർക്ക് നമ്മൾ ചെയ്യുന്നത് മലയാളമാണ്, അല്ലെ തമിഴാണ്, ഇന്ത്യൻ സിനിമയാണ്. ഇറ്റ് ഈസ് നോട്ട് കൊറിയ ഓർ ജാപ്പനീസ് ഓർ ഇംഗ്ലീഷ്, ഇറ്റ് ഈസ് മലയാളം. അപ്പം മലയാളം ഒരു പ്രേക്ഷകനും ചോദിക്കില്ല എനിക്ക് എന്താ ഇപ്പോൾ ഈ പൊല്യൂട്ടഡ് സോങ് വേണം, അല്ലെങ്കിൽ ഫാസ്റ്റ് സോങ് വേണം, അല്ലെങ്കിൽ എന്താ പറയുക ടെക്നിക് സൗണ്ട്സ് വേണം. ആരും പറയുന്നില്ല. അവർക്ക് നല്ല സംഗീതമാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ എബ്രോഡിൽ ഞാൻ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് 60s തുടങ്ങിയതാണ്. 4ാമത്തെ വർഷമായി, ഇനി 70 എത്തിയിട്ടില്ല. യു വോണ്ട് ബിലീവ്, ആ ഒരു ഖത്തറിൽ റോയൽ ഹാൾ എന്നൊരു സ്ഥലത്ത് പാക്ഡാണ് ഇത് കേൾക്കാനായിട്ട്. സൈലൻ്റായിട്ട് കേട്ടിട്ട് പ്രോഗ്രാം കഴിഞ്ഞാൽ ഓടി വരും. സാർ ഇത് ഇത്ര ചതിയായിപ്പോയി. നമ്മൾ എന്ത് പറ്റി? അല്ല ഇത് ഇത്ര പെട്ടെന്ന് തീർന്നല്ലോ, ഇനി അടുത്ത വർഷമല്ലേ കേൾക്കാൻ പറ്റൂ. അവർ പറഞ്ഞു വെച്ചാൽ അവർ ഇപ്പോഴത്തെ പാട്ട് വേണ്ട ഞങ്ങൾക്ക്. എന്തിനാ പറയുന്നത്? നമ്മൾ ഇപ്പം ജോൺ ചേട്ടൻ്റെ വീടിന് ഞങ്ങളുടെയൊക്കെ ആ ഒരു ഗോൾഡൻ പീരീഡിൽ 125 സിനിമ 130 സിനിമ റിലീസായിട്ടുണ്ട്. എന്നിട്ട് പാട്ടുകൾ നമ്മളിപ്പോഴും കേൾക്കില്ല. ആ പാട്ടുകൾ ജോൺസന്റെ പാട്ടോ രവീന്ദ്രൻ്റെ പാട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ താളത്ത് ഞാൻ ചെയ്ത പാട്ടോ ഇതൊക്കെ കേൾക്കണില്ലേ? ഇപ്പോഴത്തെ പാട്ട് എന്തുകൊണ്ടും നിൽക്കുന്നില്ല. It is like background scoring. With the visual you can see. മിന്നാമിനിങ് പോലെയാണ് അല്ലേ? Without the visual, ഓഡിയോ മാത്രം തനിച്ച് കേൾക്കാൻ പറ്റുമോ? നമ്മൾ ഡ്രൈവ് പോകാന്ന് വെച്ചാൽ
ഈ ഇപ്പോഴത്തെ ഒരു പാട്ട് നമ്മൾ FM ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിച്ച് വണ്ടി ഒന്ന് നിർത്തുമോ, ഒരു ചായ കുടിക്കായിരുന്നല്ലോ, ഇത് നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തപ്പം ഓൾഡ് പാട്ട് ഏതെങ്കിലും MS വിശ്വനാഥൻ്റെയോ അല്ലെങ്കിൽ RD ബാബുവിൻ്റെയോ. ഞാനിപ്പോൾ പറയാൻ വന്നതാണ്, MS വിശ്വനാഥൻ്റെ ഗാനമേളയും അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റും താങ്കൾ കമ്പോസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റും തമ്മിൽ സാദൃശ്യമുണ്ട്. ഹാർമോണിയം എക്സാക്ട്ലി. അല്ല, MS വിശ്വനാഥൻ ഹാർമോണിയം വെച്ചിട്ടാണ് ഗാനമേളയ്ക്ക് പോലും. അതെ അതെ അതെ, അദ്ദേഹത്തിന് പാടാൻ ഹാർമോണിയം പറ്റില്ല, ഹാർമോണിയം വേണം. താങ്കളും മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന മുഴുവനും ഹാർമോണിയം. ഏത് 4 റീഡ് ആണോ? എൻ്റെ 4 റീഡ്. അവിടെ മദ്രാസിൽ ഒരു ഫാക്ടറി ഉണ്ട്, കണ്ണൻ ഹാർമോണിയം, ഏറ്റവും ഫേമസ് ഫാക്ടറിയാണ് ആയിരുന്നു, ഇപ്പം ഇല്ലത്. ഓക്കെ. അപ്പോൾ അവരുടെ ഹാർമോണിയമാണ് അന്നത്തെ തലപ്പത്തുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ വെച്ചിരുന്നത്. ഇപ്പം എൻ്റെ ഉള്ള ഹാർമോണിയം ഇപ്പം 4th ജനറേഷൻ യൂസ് ചെയ്യുക. G. രാമനാഥൻ എന്നുള്ളൊരു വലിയ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു, MSCക്ക് മുന്നേ. അദ്ദേഹത്തിന്റെ കൂടെ അച്ഛൻ വർക്ക് ചെയ്തു. പഴയ മറ്റേ എന്താണ്, 1000 തലേ വാങ്ങി ശിവക ചിന്താമണി, ശിഖാമണി, അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്ത ആളാണ്. മുല്ലൈ മലർമേലെ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, മുല്ലൈ മലർമേലെ തന്നീ പടം ഓർമ്മയില്ല എനിക്ക്, ശിവാജി ഗണേശനും പത്മിനിക്കായിട്ട് ആ പാട്ടൊക്കെ ചെയ്ത മനുഷ്യന്റെ ഹാർമോണിയം. അത് ഞാൻ ബേസിക്കലി സിംഗർ പ്രേക്ഷകർ വിചാരിക്കും ഇയാളത് ഇവിടുത്തെ മ്യൂസിക് ഡയറക്ടർ. ഇന്റർവ്യൂ പറഞ്ഞു വോക്കൽ പഠിച്ചു. വോക്കൽ പഠിച്ചു വെച്ചാൽ നമ്മൾ വയലിനായിരുന്നു എൻ്റെ മെയിൻ ഇൻസ്ട്രുമെന്റ്. വയലിൻ വായിക്കുമ്പം അച്ഛൻ്റെ നിർബന്ധം വോക്കൽ അത് ആ പിന്നെ സാഹിത്യം ബൈഹാർട്ട് ആവണം, ആ സാഹിത്യം നിന്റെ മനസ്സിലുണ്ടാവണം, എന്നാലും കൈക്ക് കറക്റ്റ് ആവും, അത് ബോയിങ്ങിന് കറക്റ്റ് ആവും. വെരി ഡിഫിക്കൽട്ട്. പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു സിംഗറിനെ? എങ്ങനെയാണ് ഹാർമോണിയം വെച്ചിട്ട്? സി ഐ കൻ ടീച്ച് സോങ്. ഞങ്ങളൊരു പാട്ട് ഞങ്ങളെ ഒരു പാട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? അതെ, ഞങ്ങൾ അങ്ങനെ പഠിക്കാം. പുതിയ പാട്ടൊന്നും പഠിപ്പിച്ചേക്കല്ലേ, അങ്ങനെ പുതിയ പാട്ട് എനിക്ക് അറിയില്ല. തിങ്സ് ഉള്ള പാട്ടും പറ്റും. ഞങ്ങൾ വളരെ പാമനരാം പാട്ടുകാരന്മാർ. ഭയങ്കര യോഗമാണ്, കാരണം രാജാമണി സാറിന്റെ ഒരു പാട്ട് പഠിക്കാൻ. അതിപ്പോ ഹാർമോണിയൊക്കെ ഇല്ലാണ്ട് ശരിയാവരുത്. ചുമ്മാ നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങയുടെ ഞങ്ങളുടെ സതുദ്ദേശം സാറിന് മനസ്സിലായല്ലോ, അങ്ങേ പാടിപ്പിക്കുക എന്നുള്ളതാണ്. താനേ തിരിഞ്ഞും മറിഞ്ഞും താമരമെത്തയിൽ മയക്കം വരാതെ മാനത്ത് വീണു മധുമാസ എന്റെ ഹാർമോണിയത്തിൽ കാറ്റാണ്. ഈ പാട്ടൊക്കെ എന്തൊരു സുഖമുള്ള പാട്ടുള്ളല്ലേ, എന്തൊരു കവിത. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ റോഡിലും കാണുന്ന നിത്യസംഭവമാണ് ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത്. എനി ആക്സിഡൻറ്റ്, വെദർ ഇറ്റ് ഈസ് സ്മോൾ, മേജർ ഓർ ഫേറ്റൽ, ഏത് തന്നെ ആയിരുന്നാലും ശരി, അതിനെ ഒന്ന് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക, ആ ആളിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇപ്പോൾ പഴയതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് പണ്ടൊക്കെ അതിന് പോലീസ് FIR കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ പോലീസുകാർ, ജനമൈത്രി പോലീസുകാർ നമ്മളോടൊപ്പമാണ്. കാരണം അവർ പറയുന്നത് ഞങ്ങൾ ചെയ്യും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞങ്ങൾ നിന്നോളാം. അതെ, അത് സഹായിക്കാൻ പോകുന്ന ആൾക്ക് അതൊരു കുരുക്കായി മാറുകയില്ല എന്നുള്ളതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ഒരു ആക്സിഡൻറ്റിൽ ഒരാൾ പെട്ടുപോയാൽ അയാളെ സഹായിക്കുക, അയാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക, ആ വെഹിക്കിൾ നമ്പറൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക, എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, പോലീസിനെ ഉടനെ അറിയിക്കുക, എല്ലാ വിവരങ്ങളും കൃത്യമായി പോലീസിനെ അറിയിക്കുക. ഇങ്ങനെ ചില റെസ്പോൺസിബിലിറ്റി നമ്മൾ സിറ്റിസൺസിനുണ്ട്. അതാണ് ഈ ഇൻഫർമേഷൻ ടു ദ പബ്ലിക് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ എല്ലാവരുടെയും ഒരു ധർമ്മമാണ് ആർക്കൊരു അപകടം ഉണ്ടായാലും മറ്റൊരാൾ അതിനെ സഹായിക്കാൻ കൂടെ നിൽക്കുക. പുനർജന്മത്തിന് നിങ്ങളൊരു കാരണമാകും. അതെ, ഒരു ജീവനെ രക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ദൈവികമായിട്ടുള്ളൊരു ഇതാണ് അല്ലേ. അപ്പോൾ അതിന് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഒരു കാലഘട്ടം വരെയും അതൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം ഒരു കേസിൽ ഇൻവോൾവ് ആവുകയോ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്നുള്ളൊരു ഒരു ആശയം ഇപ്പം മാറിയിട്ടുണ്ട്. അത് നമ്മൾ സഹായിക്കുന്നതിലൂടെ നമ്മളൊരു ജീവനെ രക്ഷിക്കുന്നു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ സഹായിക്കുന്നു, സ്വയം നമുക്കതിലൂടെ ഒരു പ്രത്യേകമായൊരു ആനന്ദവും ലഭിക്കുന്നുണ്ട്. Join with that campaign. താങ്കളുടെ ശബ്ദത്തിൽ ആ ഹാർമോണിയത്തിൻ്റെ ഒരു ഇതുണ്ട്, റീഡ് ഉണ്ടാ. ഞാൻ ഇപ്പോഴത്തെ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾ പാട്ട് പഠിക്കുമ്പോൾ തമ്പുര ശ്രുതിയിട്ട് മാത്രം പഠിക്കരുത്. വെറും തമ്പുരയിൽ സാ പാ സാന്നല്ലേ ഉള്ളൂ. ഈ സാ ടു പാ ഇൻ്റർവെല്ലിൽ എത്ര നോട്ട്സ് ഉണ്ട്? 2 ഋഷഭം, 2 ഗാന്ധാരം, 2 മധ്യമം, വേരിയേഷൻസ് കൂടി ഉണ്ട്. അപ്പം പിന്നെ പഞ്ചമം ടു അടുത്ത മേൽ സജ്ജമം, അതിലുണ്ട് ദൈവതം, നിഷാദം,
2 ദൈവം 4 നോട്ട്. അപ്പം നമ്മൾ സാപ്പാസായിട്ട് പാടുമ്പോൾ ഒരു രേവതി സ്കെയിൽ പാടാന്ന് വെച്ചോ, സറി മ പ നി സ സ നി പ മ രേ, ഇത് സാപ്പാസാന്ന് കേൾക്കുന്നു നമ്മള്, തമ്പുര കേൾക്കുന്ന സാപ്പാസ. വൈ ദിസ് ഹിന്ദുസ്ഥാനി ആൻഡ് വെസ്റ്റേൺ പീപ്പിൾ ആർ സിംഗ് വിത്ത് ദ ഹാർമോണിയം, ഈ സാരി എന്ന് പറഞ്ഞാൽ സാ നോട്ട് അവിടെ, ഋഷഭം ജീവനാണ് അവിടെ. ആ റീ അവിടെ ഉണ്ട്, കയ്യിലുണ്ട്. ഈ സൗണ്ട് യു ആർ ഗെറ്റിംഗ് ദ സൗണ്ട് ഫ്രം ദ ഹാർമോണിയം. സോ ഒരു വിധത്തിന് നമ്മുടെ വോക്കൽ കോഡും അതുമായിട്ട് ബ്ലെൻഡ് ചെയ്തു. നമ്മള് കുറച്ചും കൂടി കർണാട്ടിക് സിംഗേഴ്സ് കുറച്ചും കൂടി ക്ലെവേഴ്സ് ആണ്. എന്നുവെച്ചാൽ സാപ്പാസായിട്ടാണ് സാരി എന്ന് പറയുന്നത്, ടാലന്റ് കൂടുതലാണ്. പക്ഷെ അത് എത്ര പേർക്ക് അത്ര ഐക്യം ഉണ്ടെന്ന് നോക്കണേ. ഇപ്പൊ പല കുട്ടികളും ആയിരിക്കാം പല കുട്ടികളും ഞാൻ ഇപ്പം ഇവിടെ ഞാനിപ്പോൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് കുറേ കുട്ടികൾ എൻ്റെ പാട്ട് പാടി കേൾപ്പിക്കാമെന്നൊക്കെ വരും. അപ്പം ഞാൻ ശരി മോളുടെ ഇഷ്ടത്തിന് പാടും എന്ന് പറഞ്ഞാൽ ഇവർ പാടുന്നത് കറക്റ്റ് അല്ല, ഒരു മൈക്രോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു ഹാർമോണിയം വാങ്ങിക്കുക, എന്നിട്ട് പാടുന്ന കൃതികൾ ഹാർമോണിയത്തിൽ വായിച്ചിട്ട് പാടുക. സോ ഒരു പ്രതിമധ്യമാണെങ്കിൽ ആ പ്രതിമധ്യമം കയ്യിലുണ്ട്, അത് ചെവിളിൽ കേൾക്കും നമ്മൾ. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്തായാലും ബ്ലെൻഡ് ആവും. ചോദിച്ചപ്പോഴാണ് പാടാൻ പഠിക്കാൻ ഒരു ആയുസ് പോരാ, ഹാർമോണിയം പഠിക്കാൻ വേറൊരു ആയുസ് വേണം. പഠിക്കാൻ ഒരായുസൊന്നും പോരാ, അത് ഒരു 10-20 ആയുസ് ജന്മം എടുക്കണം. ഇപ്പൊ ഏതൊരു ഒരു പുതിയ യങ് ജനറേഷൻ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു ഒരു ഇന്റർവ്യൂവിൽ, ഞാൻ എവറോഡിലാണ് പഠിച്ചത്, വെസ്റ്റേൺ പഠിച്ചു കഴിഞ്ഞു, ബിത്തോൻ മുസാട്ട് തെച്ചോസ്കി എല്ലാം കഴിഞ്ഞു, വെസ്റ്റേൺ പഠിച്ചു കഴിഞ്ഞു, പിന്നെ കർണാട്ടിക് പഠിച്ചു കഴിഞ്ഞു. ഓ ഇപ്പൊ ഹിന്ദുസ്ഥാനി പഠിച്ചോണ്ടിരിക്കുക, അത് 2 മാസം കൊണ്ടാണ് കിട്ടിയത്. ഇതിപ്പം തമാശയായിട്ട് പറയുന്നില്ല. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, രാജ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ആരുടെ അടുത്ത്? വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ. അയ്യോ ആണല്ലോ, അല്ല സാറും ഞെട്ടിയില്ലേ? 3 ദിവസമേ പഠിച്ചുള്ളൂ. കാരണം ഈ 4ാം കാലം പാടിച്ചിട്ട് പുള്ളി പാല് വാങ്ങിക്കാൻ പോകും. നമ്മളിങ്ങനെ അവസാനം ശ്വാസം മുട്ടി അദ്ദേഹം പറയാം, നിർത്തല മതി, അയ്യോ പോട്ടാ സാർ. 3ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഒരിക്കലും യേശുദാസിനെ പോലെ ആവില്ല, ഇത് വിട്ട്. അല്ല, പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം ഇവർ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും. അവര് ഗുരുക്കന്മാര്, നല്ല ഗുരുക്കന്മാർക്ക് ആ പൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പറയും, നിനക്ക് പറഞ്ഞ പണി ഇതല്ല, നീ വേറെ വല്ലതിൽ നോക്ക്. ഇപ്പോഴും ചിലപ്പോൾ ഉള്ളൊരു അവരുടെ ധാരണ ഞാൻ എന്തൊക്കെയാണ് എന്നുള്ള ചില ഫോൾസ് ആയിട്ട് പലരും പറയും. ചില ഗ്രാമപ്രദേശത്ത് പിന്നെ ഞാൻ പൊന്നാനി എന്നൊരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ പൊന്നാനി എന്ന് വിളിക്കാം. പറഞ്ഞു എന്തിന്? അല്ല ഞാൻ പാട്ട് കമ്പോസ് ചെയ്യും, പാട്ട് എഴുതും. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ആരാ എൻ്റെ നമ്പർ വന്നത്? അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, എറണാകുളത്തുള്ള ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ പേരെന്താണ്? അയ്യോ അത് ഞാൻ മറന്നുപോയി. ഇയാൾ പറയാൻ. എന്നിട്ട് ഇയാൾ ഫോൺ, ഞാൻ ഇയാൾ സമയം വേസ്റ്റില്ല, ഫോണ് കട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഇവിടെ ഒരു വേണമെന്നൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, സാർ ഒരു പയ്യൻ നിങ്ങളെ വിളിച്ചിരുന്നു സന്തോഷ് വിവരമായിട്ട്. ഞാൻ പറഞ്ഞിട്ട് വിളിച്ചാണ്, സോറി സാർ, അവനാകെ നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ പേടിച്ചൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ടപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ തെറ്റായിപ്പോയി നമ്മൾ പറഞ്ഞത്. ഒരു യങ്സ്റ്റർ അല്ല, അയാളെ നമ്മൾ ഡിസ്കറേജ് ചെയ്ത് പറയും. പിറ്റേ ദിവസം വിളിക്കാൻ പറഞ്ഞു, അയാൾ വിളിച്ച പറഞ്ഞ വ്യക്തമായിട്ട് പറയണം, എന്താണ് നീ പഠിച്ചിട്ടുണ്ടോ പാട്ട്? പാട്ട് ഞാൻ കമ്പോസറാണ്, ഞാൻ ലിറിക്സിസ്റ്റ് അല്ല. അപ്പം എനിക്ക് പാട്ട് അയച്ചിട്ട് എന്താ കാര്യമുള്ളത്? നീ പ്രൊഡ്യൂസർ അപ്പല്ലേ അപ്രോച്ച് ചെയ്യേണ്ടത്? അല്ല സാറ് കേട്ടൊന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ പറഞ്ഞാൽ എൻ്റെ മെയിൽ ID ഉണ്ട്, അതിൽ അയച്ചോളാൻ. അതിന് അയാൾ അയച്ചു വന്ന് പാട്ട് കേട്ടു. അപ്പം അവനെ പൊന്നാനിക്കാർ പറഞ്ഞു ഇവൻ എന്തൊക്കെയാണെന്ന് ഇവനെ കയറ്റി വിട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് തീരെ പറ്റിയ പണിയില്ല. ബേസിക്കലി ഈസ് എ കാർപ്പൻ്റർ. ഞാനൊന്നുമല്ല, നീ കുറേ നന്നായി പഠിക്കണം, കുറേ കവിതകൾ ഒരുവിധം തിരക്കിട്ടില്ല. പക്ഷേ മ്യൂസിക്കലി കമ്പോസിങ് അല്ല റെൻഡറിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ലേൺ എ ലോട്ട് ആൻഡ് പ്രാക്ടീസ്. അറിയില്ല സാർ, ഇപ്പൊ അവസരം അല്ലെങ്കിൽ യൂട്യൂബ് സിംഗറായിട്ട് മാറും. അതാണ് ഇപ്പൊ അവസരങ്ങൾ യൂട്യൂബിൽ പാടി എങ്ങനെയും മനുഷ്യരെ വധിക്കുക എന്നുള്ളതാണ്. അല്ലേ, ഇപ്പൊ ഐഡന്റിറ്റി ഇല്ലല്ലോ സിംഗേഴ്സ്. ജയേട്ടൻ, ദാസേട്ടൻ, ചിത്ര, സുജാത, അപ് ടു മഞ്ജരി ആൻഡ് ശ്വേത ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഓക്കെ, ഇതായിട്ട് അറിയാം നമുക്ക്. പിന്നെ പാട്ടുകളെ കുറിച്ച് നമുക്കൊന്ന് ചോദിക്കണം പ്രേക്ഷകർക്ക്. ഞാൻ ആദ്യം ചെയ്ത തമിഴ് പടമായിരുന്നു, ഗ്രാമത്ത് കിളികൾ എന്നുള്ള പടം. അതൊന്നും ഹിറ്റൊന്നുമല്ല പടം. അതിൽ ജയേട്ടനാണെന്ന് തോന്നുന്നു ആദ്യം പാടിയത്. 2-3 പാട്ടുകൾ. പിന്നെ വളർബിറായി കനവുകൾ എന്നൊരു പാട്ട്. വളർബിറായി കനവുകൾ ഇനിയവ വറവുകൾ കണ്ണേ പൂച്ചോട്
അമൃതവർഷിനിലെ ഒരു പാട്ട്. എന്റെ വോയിസ് ഇത് ഞങ്ങൾ തൊഴുത് മടങ്ങുന്ന ഒരു സംഭവം. കാരണം എന്താ പറയാ, ഈ ബാസ് ഈ ലാസ്റ്റ് താരകയൊക്കെ പാടിയിട്ട് ഈ താഴെ വന്നില്ല, ഞങ്ങൾ കാറ്റുള്ളൂ പൂച്ചൂടില്ല കുഴിക്കാത്ത. സത്യം അത് ഞാൻ ഈ ബേസ് വോയിസ് കണ്ടിട്ട് എൻ്റെ ശിഷ്യൻ്റെ ഒരു കീരവാണി എന്ന് പറഞ്ഞിട്ട് തെലുങ്കിലും ഹിന്ദിയിൽ MM ക്രീം മരകതമണി എന്ന് മലയാളത്തിൽ അവൻ എൻ്റെ ശിഷ്യനാണ്. അവൻ എന്നെ കൊണ്ട് 2-3 പാട്ട് പാടിച്ചു തെലുങ്കില് ഈ ബേസ് വോയിസ് വേണമെന്നുണ്ട്. വല്ലതും ഓർമ്മയുണ്ടോ സാറിന്? എനിക്ക് മൈക്കിന്റെ മുന്നിൽ ഞാൻ ഒരു 200 പീസ് ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞാൽ നോ ഇഷ്യൂ, ഐ ക്യാൻ കണ്ടക്ട്. പാടുക എന്ന് പറഞ്ഞാൽ പേടി. അത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ അറിവ് കൂടുന്തോറും നമുക്ക് പേടി കൂടും എന്ന് കേട്ടിട്ടുണ്ട്. ആയിരിക്കാം, എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മുടെ ലിമിറ്റേഷൻ. നമ്മൾ ഇത്രയും റേഞ്ചേ ഉള്ളൂ എനിക്ക്. പിന്നെ എല്ലാവർക്കും പറ്റുന്ന അങ്ങനത്തെ ഒരു പാട്ട് അങ്ങനെയൊന്നും കമ്പോസ് ചെയ്യുന്നില്ല ആരും. ഈ ജിംറീസിന്റെ വല്ല പഴയ പാട്ട് ബിംബോ ബിംബോ ബില്ലി ബോയ് ബിംബോ ഇതൊക്കെ പാട്ടൊന്നല്ലാണ്ട്. അതെ, പക്ഷെ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ തീർച്ചയായിട്ടും താങ്കളുടെ പാട്ട് വന്ന ഹിറ്റാണ് കേട്ടോ. താങ്കൾ പാടിയ ഇപ്പൊ എന്ത് ആർക്കും പാടല്ലോ, ഞങ്ങൾക്കും പാടാം. നിങ്ങൾ പഠിച്ചതല്ലേ. അല്ല, നമുക്ക് കേൾവി ഞാനെന്ന് പറഞ്ഞ വലിയൊരു സമ്പത്താണത്. കേൾക്കാനുള്ള മനസ്സ്. അച്ഛൻ പറയായിരുന്നു, ഒരു കച്ചേരി നടക്കുന്നു, ഒരു ക്ലാസിക്കൽ കോൺസെർട്ട് നടക്കുമ്പോൾ കുറെ ആൾക്കാർ ഇരിക്കുന്നു, അതിലേ ദൂരെ ഒരുത്ത് നടന്നു പോയിട്ട് ഈ കച്ചേരി മൈൻഡ് ചെയ്ത് പോന്നു. അപ്പം അവന് ഒരു ദൈവാംശം ഇല്ലാത്ത ഒരാളാണ്. സംഗീതം നല്ലൊരു കച്ചേരി നടക്കുക, ഒരു GNB പോലത്തെ ഒരാൾ പാടുകയാണ്. അപ്പോൾ ഒരാളും അത് നോക്കിയിട്ട് ഇത് എന്തെന്നുള്ള ലൈനിൽ പോവാ. ഇവന് അവന് ഒന്നിനും കൊള്ളില്ലാണ്. പിന്നെ ദൂരെ അവസാനം റോഡിരിക്കും, ഇത് അവിടെ ഇരുന്നാൽ മതി, ഇത്രയും കേട്ടാൽ മതി. ശരി, ദൈവാംശം ഉണ്ട്. കുറച്ചും കൂടി കേട്ടിട്ട് തലയെ കാട്ടും ചിലർ. അവന് കുറച്ചും കൂടി ഒരു 25% ആയേ. ചിലത് താളം ആദ്യ താളം ഇട്ട് കേൾക്കും, തലയെ കാട്ടി രസിക്കും. അവനൊരു 50% ആയി. മുൻനിരയിൽ ഇരുന്നിട്ട് കല്യാണി പാടുമ്പോൾ അതിൽ ചെറിയ നോട്ട് തെറ്റുമ്പോൾ മറ്റൊന്ന് അതല്ലേ അവൻ അടുത്തായി. ആ സ്റ്റേജിൽ നിന്ന് പാടുന്നതല്ലേ, അവന് അടുത്ത ജന്മമില്ല. പ്യൂർ മ്യൂസിഷ്യൻ അവൻ അടുത്ത ജന്മമില്ല. ഇതിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ എല്ലാം. ഇതുപോലെ കലയെ നിർവചിച്ചിട്ടുള്ള ഒരാളുണ്ടോന്ന് എനിക്കറിയില്ല. അത്ര മനോഹരമായിട്ടാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ എൻഡ്സ് ഹിയർ. രാത്രി പാവട്ടോട് ജയേന്ദ്രൻ വിളിച്ചിരുന്നു. ഞാൻ കണ്ട് നമ്മൾ ബാലചന്ദ്ര മേനോൻ സിനിമ ചെയ്യുന്നു, പുതിയ പടം. ഞാനൊരു സിനിമ സിനിമ സംവിധാനം ചെയ്യും, അതാണ് ടൈറ്റിൽ. അപ്പോൾ ഹീ കമ്പോസ് എ സോങ്. പുള്ളി എന്നെ റിക്വസ്റ്റ് ചെയ്തൊന്ന് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു, പാട്ടൊന്ന് ഓർഡർ ചെയ്യും. ബെറ്റർ ദാൻ ഇപ്പോഴത്തെ ഈ തലമുറകൾ ചെയ്യുന്ന പാട്ടിനെക്കാട്ടും ബെറ്റർ പാട്ട്. ഐ ഹാവ് ഡൺ ദ ഓർക്കസ്ട്രേഷൻ. അപ്പം ആ പാട്ട് ജയേട്ടനെ കൊണ്ട് പഠിച്ചു. 69 വയസ്സാണ് ജയേട്ടന്. എന്ത് സുഖമായിട്ട് പാടിയെന്ന് പറയാം. ആ പാട്ടിന് ലൈഫ് വന്നു തന്നെ അദ്ദേഹം പാടിയതിനു ശേഷം. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് ആ പാട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പഴയ MSVയുടെ കുറേ പാട്ടുകൾ ഇങ്ങനെ പാടി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ എന്ത് റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും എന്ത് പൊല്യൂട്ടഡ് ആയിട്ട് മ്യൂസിക്, ഞാൻ ഈ ചില സമയം റീറെക്കോർഡിംഗ് ഈവൻ ഐ ഫോഴ്സ് ടു ഡു സം പൊല്യൂട്ടഡ് മ്യൂസിക്. ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ പടമൊക്കെ ഈ കിങ്ങും കമ്മീഷണറൊക്കെ ഉണ്ടല്ലോ, അത് വിഷ്വലി ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ യൂസ് ടു ഗിവ് മോർ പഞ്ചസ്. അപ്പോൾ ആ മ്യൂസിക് ചില അല്ല, ആ ഒരു ഹീറോയിസം, ഒരു തീം, സുരേഷ് ഗോപി നടന്നു വരുന്ന ഒരു മ്യൂസിക്. അപ്പോൾ ആ തീമിന് വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യും. ദാറ്റ് സീക്വൻസ് നീഡ് മ്യൂസിക് ടു എലിവേറ്റ് ദ സീൻ. അതൊക്കെ കഴിഞ്ഞാലും വീട്ടിൽ വന്ന് കുടിച്ച് ഡിന്നർ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഞാനൊരു ചെറിയ മൈനസ് വോളത്തിൽ ഏതെങ്കിലും ഗസൽ, പർവീൺ സുൽത്താനെ അല്ലെങ്കിൽ ജഗദീഷ് സിംഗ്, മെഹദി ഹസൻ, ഏതെങ്കിലും പഴയത്. അല്ലെങ്കിൽ അടുത്ത ദിവസം എക്സ്ട്രീംലി സോറി ഡോണ്ട്, അവരെന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക, ഇപ്പൊ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ ഷൂട്ടിന് വരുമ്പോൾ ഐ ബ്രിങ് മൈ ഹാർമോണിയം, ദെൻ ഐ കൻ സേ സംതിങ്. അതില്ലാണ്ട് എനിക്ക് തീർച്ചയായിട്ടും അതിനൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ചോദിക്കുക, ഈ തീം മ്യൂസിക് RR നിന്നാണോ ഉണ്ടാകുന്നത് ഒരു പടത്തിന്? ഞാൻ ചെയ്താണല്ലോ. മമ്മൂട്ടിയെ മറന്നാലും ഈ മ്യൂസിക്. നമ്മൾ ഓരോ ക്യാരക്ടറിന് ഒരു തീം വെച്ചേക്കും. ഇപ്പൊ നന്ദൻ എന്നുള്ള സിനിമയില് പൃഥ്വിരാജിനും നവ്യ നായർക്കും വേണ്ടിയിട്ടുള്ളൊരു
ഒരു തീം മ്യൂസിക് ഞാൻ ഉണ്ടാക്കി എനിക്ക് അത് എന്ത് ചെയ്യണം എന്നുള്ള വെച്ചാൽ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ, ഗുരുവായൂർ ഓറിയന്റഡ് ലൊക്കേഷൻ. സോ ഐ ഡോണ്ട് വോണ്ട് ടു പൊല്യൂട്ടഡ് ദാറ്റ്. ഓർമ്മയുണ്ടോ അത്? അതല്ല, സരി ഗമ ഗപ ഗപ ദന ഡാഡി ഡ 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 ഡി 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 ഡ ഡി ഡി ഡ ഡ ഡ ഡി ഡ ഡ ഡ ഡ നീതവ മകരിസ ഡ ഡ ഡ ഡി കർണാരഞ്ജി എന്നുള്ളൊരു രാഗം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ചെയ്താൽ നന്നായി എന്നുവെച്ചാൽ ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർ, ഒരു പാവം പെണ്ണ്, ഈവൻ ഒരു പ്ലേ ബോയ് ആയിട്ട് ആ ഒരു ഇൻറ്റിമസിക്ക് ആ രാഗം എടുത്ത് അതിൽ ചെയ്തു ഞാൻ. അത് ഞാൻ എൻ്റെ ഇത് അച്ഛൻ്റെ തലസം പോയിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു സിനിമ കണ്ടിയാണ്, എനിക്ക് റിട്ടയർ രാഗാസ് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു കർണാരഞ്ജി നല്ലതാണ്. എൻ്റെ അച്ഛൻ ആ അതെ അതെ ആ കീർത്തനാണ് അച്ഛൻ പറഞ്ഞത് എനിക്ക്. സരി ഗമ ഗപ ഗപ ദസ നീത പമ ഗരിസ അവരോണത്തിലാണ് ഫുൾ സ്കെയിൽ വരുന്നത്. സരി ഗമ ഗപ ഗപ ദസ നീത പമ ഗരിസ, ബ്യൂട്ടിഫുൾ രാഗം. അങ്ങനെ അപ്പോൾ ആ തീം ആപ്റ്റാണത്. അപ്പോൾ ഓരോ ക്യാരക്ടർ നമ്മളൊരു തീം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ കളിയാട്ടം എന്നുള്ള സിനിമയിൽ സുരേഷ് ഗോപിക്ക് ഒരു ഷേക്സ്പിയറിൻ്റെ ഒരു സംഭവം, അപ്പം അതിന് നമ്മൾ ജയരാജ് പറഞ്ഞ മണി നമുക്ക് ഈ ഓട്ടിക്കോളുള്ള ഒരു യൂഷ്വൽ റെക്കോർഡിങ് വേണ്ട, മാറ്റി പിടിക്കണം നമുക്ക് ഒന്ന്. ഇതെങ്ങനെ മാറിയത്? അപ്പോൾ അത് എനിക്ക് ഞാൻ എന്തൊക്കെയോ പരീക്ഷിച്ച് നോക്കി, പരീക്ഷ ഒരു കൺക്ലൂഷൻ ഞാൻ ഇതായിരിക്കും ആപ്റ്റ്. അദ്ദേഹം ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള ഒരാളാണല്ലേ? ജയരാജ് നല്ല സെൻസുള്ള, ഒന്നാമത് ഭരതേട്ടൻ്റെ ശിഷ്യനല്ല, ഭരതേട്ടൻ നല്ല മ്യൂസിക് സെൻസ്. അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. താരം, പിന്നെ കേളിയിലെ കേളിയിലല്ല അത്, പിന്നെ അത് കഴിഞ്ഞ് കുറേ പാട്ട്. പാടുന്നൊരു പാട്ടുണ്ടല്ലോ സരീന, ഭരതേട്ടനാണോ? ഭരതേട്ടനാണോ? ചിലമ്പ് അല്ലേ? അത് രണ്ടുപേരാ, അത് മറ്റേ ഔസേപ്പച്ചനും ഭരതേട്ടനാണ്. അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടാണ്. ഇവിടെ മുറി കല്യാണം ഇവരൊരു പടം കാതോട് കാതോട് എന്നുള്ള സിനിമയാണ്. ഭരതേട്ടനും ഔസേപ്പച്ചനും രണ്ട് ടൈറ്റിലായിരുന്നു, ഭരതൻ ഔസേപ്പച്ചൻ. ഐ കണ്ടക്റ്റഡ് ഫോർ ദാറ്റ് സോങ്. ഔസേപ്പച്ചൻ സാറും ഭരതൻ സാറും നല്ല കോമ്പിനേഷൻ. താങ്കളുടെ ഒരു ഹിറ്റ് പാട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് പറയാമല്ലോ, താളവട്ടം. താളവട്ടത്തിൽ ഞാൻ ആക്ച്വലി അത് ഞാൻ രഘുവേട്ടൻ്റെ കൂടെ കുറേ പടങ്ങൾ അസിസ്റ്റൻ്റായിട്ട് മ്യൂസിക് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കമ്പോസിങ്ങിന് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യും. ഈസ് വെരി ഓപ്പൺ, നല്ല മനുഷ്യൻ, ഡൗൺ ടു എർത്ത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രേസ് പാടുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഫ്രേസ് ഞാനങ്ങ് പാടും, പാടിപ്പോവും. നമ്മുടെ ഈ ഫ്രേസ് വന്നിട്ട് അത് എടുക്കാമല്ലോ നമുക്ക്, പിന്നെന്താ ഇങ്ങനെ ഈ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് നമുക്ക്. അങ്ങനെ കുറേ പാട്ടിന് നമ്മുടെ കോൺട്രിബ്യൂഷൻസ് പല മ്യൂസിക് ഡയറക്ടേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. നമ്മളത് പേര് വരണമെന്നൊന്നുമല്ല, ആ പാട്ട് തന്നാണെന്ന് നമുക്കവിടെ ഈ പാട്ട് ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ ഹിറ്റ് ആവുന്നു? ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം അതാണ്. ഒരിക്കലും നമുക്ക് തോന്നും അത് ഹിറ്റ് ആവും. അല്ല, അങ്ങനെയല്ല. ഒരു പാട്ട് മാത്രം നന്നായിട്ട് കാര്യമില്ല, ആ പടവും ക്ലിക്ക് ആവണം. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് സംസാരിച്ച് മതിയായിട്ടില്ല. ആ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. സംഗീതം ഒരുപാട് നമ്മൾ ഞാനിപ്പോൾ ഇന്നത്തെ ഈ ഷൂട്ടിൻ്റെ കാര്യം എന്നോട് ഇൻഫോം ചെയ്യും. നേരത്തെ എൻ്റെ ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, സാദിഖിനോട് പറഞ്ഞത് നേരത്തെ 3 ദിവസം മുന്നേ പറഞ്ഞു. അദ്ദേഹം പെട്ടെന്നിട്ട് വേണ്ടൊക്കെ പോയിട്ട് ഇന്ന് രാവിലെ വിളിച്ചു. എനിക്കവിടെ കമ്പോസ് നടന്നുകൊണ്ടിരിക്കുക, നാളെ പാടിക്കണം. അല്ല, ഇവിടെ എൻ്റെ വീട്ടിൽ എനിക്ക് വർക്ക്ഷോപ്പ്, മ്യൂസിക് വർക്ക്ഷോപ്പ് മുകളിൽ. ഇന്ന് രാവിലെ വിളിച്ചു പറയാം, ഇന്ന് ഇവിടെ മറ്റേ TV-യിൽ നമ്മൾ പോകേണ്ടത്. അപ്പം നീ എന്താ ഇന്ന് ഷൂട്ട് വെച്ചിട്ട് ഇന്ന് വിളിച്ചു പറയണം, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ലെവലിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഞാൻ റോട്ടി ഇന്നത്തെ സെൽഫി അല്ലേ, വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കാം. വെരി ഗുഡ്. എന്താണ് സമ്മാനം? ഒരു ജീവൻ ബ്രാൻഡഡ് ടീഷർട്ടാണ്. ജീവൻ്റെ ലോഗോ പതിപ്പിച്ച നല്ലൊരു ടീഷർട്ട് ഗിഫ്റ്റായിട്ട് കിട്ടും. മാത്രമല്ല ദർ ഇസ് എ ബമ്പർ പ്രൈസ്. എല്ലാ മാസവും നമ്മളിപ്പം ടോട്ടലായിട്ട് നറുക്കെടുത്ത് ഒരു 30 days ആകുമ്പോഴത്തേക്ക് ഒരു ബമ്പർ പ്രൈസ് ഉണ്ട്. ബമ്പർ പ്രൈസിന് ലഭിക്കുന്നത് സോമ ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് റിസോർട്ട്സിൻ്റെ, നമ്മളെപ്പോഴും പറയാറുള്ള ആയുർവേദിക് ബ്രീസ് ഉള്ള റിസോർട്ടിൻ്റെ 2 nights and 3 days സ്റ്റേ ആണ്. അത് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കർക്കിടക മാസമൊക്കെയാണ്, എല്ലാവരും ഒരു സുഖചികിത്സയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിന് ഏറ്റവും നിങ്ങൾക്ക് റിലാക്സിങ് ആയിട്ട് ഏറ്റവും നിങ്ങൾക്ക് എന്താ പറയുക എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല വെക്കേഷനും കൂടി അതിൽ കൂടി നിങ്ങൾക്ക് പെടുന്നതാണ്. അതെ, ഒരു ആയുർവേദം എന്നൊക്കെ പറയുന്നത് ഒരു ബോഡിയുടെ റെജുവിനേഷൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ പൈതൃകവുമായിട്ട് ഒത്തിരി
ഇഴുകിച്ചേർന്നിരിക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള വളരെ മനോഹരമായിട്ട് ആധികാരികമായി ചെയ്തു തരുന്ന ഒരു റിസോർട്ടാണ്. ഇനിയുള്ള സമയങ്ങളെല്ലാം ജീവൻ ടി വിയോടൊപ്പം മറ്റു ചാനലിനോടൊപ്പം ഒക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. പക്ഷേ ബി വിത്ത് അസ് ടുമോറോ മോർണിംഗ് സെയിം ടൈം അല്ലേ 7:30 till then.